പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലേ? ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഷിക്കോവ പ്രയർ ലൈനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ അനീഷ് പാസ്റ്ററുടെ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി. സ്തോത്രം. ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് ലേക്ക് ലൈനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചത്. ഇന്ന് വൈകിട്ട് ദൈവത്തിൽ നിന്ന് സൂക്ഷിപ്പാൻ കഴിയുമോയെന്ന് ഞാൻ പറഞ്ഞു. ശരി, നോക്കാം. ഇന്നലെ വരെ ഇതിൻ്റെ ഐഡിയും പാസ്വേഡും ഒന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് കിട്ടി. പ്രാർത്ഥിച്ചു. ദൈവം ഇത്രത്തോളം ദൈവം നടത്തി. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ രാജു പിച്ചാണ്ടി. ഞാൻ ഫ്ലോറിഡയിൽ ടാംപായിൽ സെഫിനർ സിറ്റിയിൽ താമസിക്കുന്നു. ഞങ്ങൾ ലേക്ക് ലാൻഡ് IPC ചർച്ചിലാണ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. സ്തോത്രം. വളരെ അനുഗ്രഹമായ രീതിയിൽ സഭ മുൻപോട്ട് പോകുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവമായ കർത്താവ് ഇത്രത്തോളം നടത്തി പരിപാലിച്ച് അവൻ്റെ വൻകൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ രാത്രികാലം സംസാരിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന ദൈവത്തിനുള്ള സ്തോത്രം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ അനുഗ്രഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതിനോട് അനുബന്ധിച്ച് പല വേറെ വേദവാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സർവീസുകളെല്ലാം ഹിന്ദിയിലായിരുന്നു. അതുകൊണ്ട് മലയാളം അമേരിക്ക വന്നതിന് ശേഷമാണ് ഈ മലയാളം സംസാരിക്കുന്നത്, സ്തോത്രം, പ്രസംഗിക്കുന്നതൊക്കെ. വളരെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനും മതിയായനുമാണ്. സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നത്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ അവനിൽ തിരഞ്ഞെടുപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നത്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നാം ആരാണ്? ഒരു വിശുദ്ധ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 7-ന്റെ 6-ൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഒരു വിശുദ്ധ ജനം. വിശുദ്ധ ജനം എന്ന് പറയുമ്പോൾ ഹോളി പീപ്പിൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഹിന്ദിയിലാണെങ്കിൽ പവിത്ര ജൻ കത്തെ. പ്രൈസ് ദി ലോർഡ്. 2, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സെപ്പറേറ്റ് പീപ്പിൾ. 3, ചോയ്സൺ പീപ്പിൾ, തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് പല ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുപ്പാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം 49-ാം സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നത്: അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ നമ്മെ കൊണ്ട് കഴിയാതിരുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ മാനവജാതിക്ക് കഴിയയില്ലായിരുന്നു. സ്തോത്രം. ആ സാഹചര്യത്തിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. സ്തോത്രം. കാരണം അവന്റെ വീണ്ടെടുപ്പ് അത്ര വലിയതായിരുന്നു.
അതൊരു നാളും സാധിക്കയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയനമേ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം നയിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഇന്ന് രാത്രികാലം നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, Deuteronomy chapter 7 verse 21 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആരെയാ? മിസ്രയീമ്യരെ. പ്രൈസ് ദി ലോർഡ്. നീ മിസ്രയീമ്യരെ കണ്ട് ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയനമേ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ യഹോവയായ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മധ്യേയും നമ്മുടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ ജനത്തോട് പറയുകയാണ്, നീ അവരെ കണ്ട് ഭ്രമിക്കേണ്ട. നീ ഫറവോനെയും സൈന്യത്തെയും കണ്ട് ഭ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമാകുന്ന ഭീതികളും ഭയവും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് നമ്മോട് പറയും, നീ ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയനുമേ, ഹല്ലേലൂയ. വലിയവനായ ദൈവം, ഭയങ്കരനായ ദൈവം നമ്മുടെ മധ്യേ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനും മതിയായനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ആവർത്തന 7-14 നാം വായിക്കുന്നത്, നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം മനസ്സിലാക്കി ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം നാം നയിക്കുമ്പോൾ നാം സകല ജാതികളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായി തീരുവാനിടയായിത്തീരും. ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം നയിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം അവിടുത്തെ കൃപ നൽകണം. പ്രൈസ് ദി ലോർഡ്. 135-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നാം അവിടെ ഇപ്രകാരം കാണുന്നത്, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് കാണാം. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഉപായിയായ യാക്കോബിനെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൂതനുമായിട്ട് മൽപ്പിടുത്തം പിടിച്ച് ജയിച്ചതിന്റെ ഫലമായിട്ട് ഉപായി എന്ന പേര് മാറി അവന് ഇസ്രായേൽ എന്ന പേരിൽ ലഭിക്കാനിടയായിത്തീർന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇസ്രായേൽ തന്റെ നിക്ഷേപമായിട്ടും യഹോവ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയനുമേ, ഒരു കാലത്ത് ഇതിനൊന്നും യാതൊരു യോഗ്യതയില്ലാതെ വെറും പറമ്പിൽ തള്ളപ്പെട്ടവരായിരുന്നു. പാവികളായി ദോഷികളായി നമ്മുടെ ജീവിതം നയിച്ചവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. എന്നാൽ അവിടുന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു അവന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും അവൻ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 4-3 നാം വായിക്കുന്നു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ കേൾക്കുന്നവനായ ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കണ്ണുനീരിന് മറികടക്കുന്നവനല്ല നമ്മുടെ ദൈവം. കണ്ണുനീർ തൂവുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയല്ലോ. സ്തോത്രം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ യോബിന്റെ കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. യോബ് 1:1 ഇപ്രകാരം കാണുന്നത്, യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. സ്തോത്രം. കർത്താവ് തന്നെ 4 ഗുണവിശേഷങ്ങളാണ് യോബിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം.
അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2002 മസ്കറ്റിൽ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ സലാലയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. സലാലയിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, അവിടെ ഉണ്ടായിരുന്ന സ്നേഹിതൻ എന്നെയും കൂട്ടിക്കൊണ്ട് ഇയ്യോബിന്റെ ശവകുടീരം കാണുവാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. സ്തോത്രം. അങ്ങനെ ഇയ്യോബിന്റെ ശവകുടീരം കാണുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. സ്തോത്രം. അറബികൾ വന്ന് ഇയ്യോബിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് അവര് അയ്യോ നബി എന്ന് പറഞ്ഞ് അവര് കരഞ്ഞ് അവര് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ തൊക്കെ സാധിച്ചു. സ്തോത്രം. അതിനുശേഷം അതിന്റെ താഴ്വരയിലായിട്ട് ഈ ടെന്റ് അടിച്ച് ഇവരുടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. സ്തോത്രം. അവരുടെ ഇടയിൽ എന്നെ കൊണ്ടുപോയി. സ്തോത്രം. അവരെ ജെബിലീസ് എന്നാണ് അറിയപ്പെടുന്ന. സ്തോത്രം. ഈ ഇയ്യോബിന്റെ സന്താന പരമ്പരകളാണ്. സ്തോത്രം. കൊച്ചുമകളാണ്. സ്തോത്രം. അവരെ കണ്ടാൽ നല്ല പവിഴ നിറം, സ്വർണത്തിന് പോലും ഇത്രയും നിറമില്ല, അതുപോലെ നല്ല പവിഴ നിറമുള്ള ആൾക്കാരാണ്. സ്തോത്രം. അവർക്ക് വളരെ ധനസമ്പത്തുകൾ, ആടുമാടുകള്, ഒട്ടകങ്ങൾ, കഴുതകൾ എല്ലാം ഉണ്ട്. സ്തോത്രം. അവരിങ്ങനെ ടെന്റ് അടിച്ച് അവിടെ താമസിക്കുന്ന 1-2 ടെന്റിൽ ഞങ്ങൾ കടന്നുപോയി. എന്നെ കൊണ്ടുപോയ വ്യക്തി അവരുമായിട്ട് പരിചയപ്പെടുത്തുവാൻ തൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ച്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന എത്ര വാസ്തവമാണ്. ഇയ്യോബിന്റെ മക്കളെ പോലെ സൗന്ദര്യമുള്ളവർ ഈ ലോകത്തിൽ ഇല്ലായിരുന്നു എന്ന്. സ്തോത്രം. ഞാൻ അവരെ കണ്ടപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, ശരിയാണല്ലോ ദൈവത്തിൽ എഴുതിയിരിക്കുന്നു. സ്തോത്രം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. എന്നാൽ ഇയ്യോബിനെ പോലെ ഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും സ്തോത്രം ഇല്ല എന്ന് കാണുന്നത് സാധിക്കും. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനും മതിയായനുമാണ്. സ്തോത്രം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് 2:5 നാം വായിക്കുമ്പോൾ അവകാശികളാകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളാകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവന്റെ രാജ്യത്തിന്റെ അവകാശികളാകുവാൻ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഇതിനൊന്നും യാതൊരു യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തത് ദൈവത്തിന്റെ ഹിതം മാത്രമാണ്. സ്തോത്രം. 1 പത്രോസ് 2:9-10 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും അവനാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് അന്ധകാരത്തിന്റെ അടിത്തട്ടിലായിരുന്നു. സ്തോത്രം. എന്നാൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ, ദൈവിക ആലോചന മറ്റുള്ളവരെ അറിയിക്കുവാൻ, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, അവൻ ഈ ലോകത്തിൽ വന്ന് എന്തെല്ലാം ചെയ്തു ആ കാര്യങ്ങളെ നാം മറ്റുള്ളവരോട്, ജാതികളോട് അറിയിക്കുവാൻ, ഘോഷിപ്പാൻ തക്കവണ്ണം അവൻ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം, ദ ക്രൈസ്റ്റ് അംബാസഡേഴ്സ്. പ്രൈസ് ദി ലോർഡ്. രാജ്യപദാരി. ഹല്ലേലൂയ. രാജകീയ പദവിയാണ് ദൈവം നമുക്ക് നൽകി തന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശുദ്ധ വംശം, ഹോളി പീപ്പിൾ, സ്വന്തം ജനം, സെപ്പറേറ്റ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മെ സ്വന്തം ജനമാക്കി തീർത്തു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഒരു കാലത്ത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിതം നയിച്ചതായ സമയത്ത്, ദൈവവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലാതെ ലോകപ്രകാരം
ലോകത്തിന് അനുരൂപരായിട്ട് ജീവിതം നയിച്ചപ്പോൾ, പ്രിയനമേ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് അവന്റെ മക്കളും അവകാശികളുമായി തീരുവാൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. प्रभु मसीह के बहुमूल्य लोहू के द्वारा परमेश्वर ने हमको शुद्ध और पवित्र किया. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്നതാണ്. സ്തോത്രം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി തീരുവാനിടയായി തീർന്നു. അവന്റെ അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അവന്റെ മക്കളും അവകാശികളുമാക്കി അവൻ നമ്മെ തീർത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും അവനാക്കി തീർത്തു. ഒരു കാലത്ത് നാം ജാതികളായിരുന്നു, കരുണ ലഭിക്കാത്തവരായിരുന്നു. ഇപ്പോഴോ ദൈവത്താൽ നാം കരുണ ലഭിച്ചു. ഇപ്പോഴോ നാം ദൈവത്തിന്റെ ജനമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരം കാണുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ ടാമ്പയുടെ പ്രദേശത്തും നിങ്ങളെ ഹല്ലേലൂയ ഷിക്കാഗോവിന്റെ പ്രദേശത്തും അതുപോലെ ഇന്ന് ഈ പ്രേരണയിലായിരിക്കുന്നവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം ആക്കിയിരിക്കുന്നതിന്റെ ഏക ഉദ്ദേശം നാം പോയി ഫലം കായ്ക്കേണ്ടതിനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനും അവൻ നമ്മെ ആക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും അവൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളെ. കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ നമ്മെ ചെത്തി വെടിപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ശോധനകള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, കഷ്ടതകള്, രോഗങ്ങള്, ദുഃഖങ്ങള് ഇതൊക്കെയും കടന്നു വരാം. ഇതെല്ലാം ഓരോ ശോധനകളാണ്. സ്തോത്രം. ആ ശോധനയിലൂടെ അവൻ നമ്മെ കടത്തിവിടുമ്പോൾ, പറയുന്ന പോലെ, നീ എന്നെ ശോധനയിലൂടെ കടത്തിവിട്ടാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സ്തോത്രം. ഒരു മാറ്റുകൂട്ടിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീരണം. അതാണ് ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നാം മനസ്സിലാക്കണം, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, അനേകർ ഈ ഫലം ഭുജിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. നാം കൊടുക്കുന്ന ഫലം അവർ ഭുജിക്കുമ്പോൾ അവർ മറ്റുള്ളവർക്കും ഫലം കൊടുക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. എന്നാൽ അതിന്റെ 5-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. സ്തോത്രം. മുझे अलग होकर तुम कुछ भी नहीं कर सकते, मुझे जुदा होकर तुम कुछ भी नहीं कर सकते. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. മുന്തിരിവള്ളിക്ക് കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നാം ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയില്ല. സ്തോത്രം. എന്നാൽ നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഫലം നിലനിൽക്കുവാനും അനേകരത് ഭുജിപ്പാനും ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ നമ്മെ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് എഫെസ്യ ലേഖനം 1-ന്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു മുൻ നിയമനം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ ഒരു മുൻ നിയമനം നമുക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം നയിച്ച് മുന്നേറുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൻ നിയമിച്ച് അവൻ നമ്മെ ആക്കിയിരിക്കുന്നു. സ്തോത്രം. 42-7-10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട്
അരുളി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജനിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലീഫസും കൂശ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്തുതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത് അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ ലഭിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവന്റെ കൂട്ടുകാരല്ലേ, അവന്റെ സഹോദരങ്ങൾ അവനെ നിന്ദിച്ച സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് അവന് വേണ്ടി യാഗം കഴിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവം അവന്റെ മുഖത്തെ ആദരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. അവന്റെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ലഭിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. കൊലോസ്യ ലേഖനം 1:13 നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോട് അപേക്ഷിക്കുന്നതാണ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. സ്തോത്രം. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നാണ് പൗലോസ് അപേക്ഷിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 3:17 നാം വായിക്കുമ്പോൾ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുമ്പോൾ സ്വർഗം യേശുവിന് വേണ്ടി തുറന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രിയനമേ, ദൈവം നമ്മിൽ പ്രസാദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം നാം കേൾപ്പാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാത് അതിനു വേണ്ടി തുറക്കുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ഹൃദയ കവാടം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായിത്തീരണം. സ്തോത്രം. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നാം കേൾപ്പാൻ ഇടയായിത്തീരണം. ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ പ്രിയനമേ, ഈ ലോകത്തിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ, നീ അവരെ കണ്ട് ഭ്രമിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മധ്യേ ഉള്ളവൻ അവരെക്കാട്ടി വലിയവനാണ്. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഭ്രമിക്കേണ്ട, ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് എഫെസ്യ ലേഖനം 1:7 ക്രൂശിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് അവൻ നമുക്ക് സാധിപ്പിച്ചു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു തന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. 32-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ,
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലംഘനങ്ങളെ നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് കരുണ ലഭിക്കും. ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് കരുണ ലഭിക്കുകയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു തന്നതുകൊണ്ടാണ് സ്തോത്രം ഈ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതുപോലെ തന്നെ 4-ാമത് എഫെസ്യ ലേഖനം 1-8 വാക്യം വായിക്കുമ്പോൾ സകല ജ്ഞാനവും വിവേകവുമായി അവൻ നൽകിയിരിക്കുന്നു. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവും അവൻ നമുക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിയുവാൻ ഇടയായി തീരണം. സ്തോത്രം. കാരണം സകല ജ്ഞാനവും സകല പരിജ്ഞാനവും നമ്മുടെ ദൈവത്തിലാണ് ഗുപ്തമായിരിക്കുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ 5-ാമത് എഫെസ്യ ലേഖനം 1:11 പറഞ്ഞിരിക്കുന്നത് അവനിൽ നാം അവകാശം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. സ്തോത്രം. കാരണം നമുക്ക് ആത്മീയ വർധന ഉണ്ടാകണം, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം പ്രാപിക്കണം, ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും നിലനിൽക്കണം. ഇപ്പോൾ നിങ്ങളെ അതിനായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രകാരം കാണുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നാം ലോകക്കാരല്ല, ലോകത്തിനുള്ളവരല്ല, ലോകത്തിൽ നിന്ന് അവൻ നമ്മെ സെപ്പറേറ്റ് ആക്കി. സ്തോത്രം. അവന്റെ രക്തത്തിന്റെ വിലകളാകുന്ന നമ്മെ ഓരോരുത്തരെയും ലോകത്തിൽ നിന്ന് അവന്റെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ട് അവൻ നമ്മെ മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. നാം ഇനി ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടി മോഹങ്ങളിൽ കൂടി വരഞ്ഞോടി നടക്കേണ്ടവരല്ല. കർത്താവിന്റെ പാതയെ കാൽച്ചുവടുകളെ പിൻപറ്റി ദൈവഹിതം മനസ്സിലാക്കി ദൈവിക ആലോചനയ്ക്ക് അനുസൃതമായി ജീവിതം നയിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അതിനായി ദൈവകരങ്ങൾ നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. 7-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അത് കൊടുക്കുകയും ചെയ്ത് അത് നൽകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും നൽകി തന്നു. സ്തോത്രം. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. 2 കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ അവൻ നമ്മെ മുൻനിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. 3 ക്രൂശിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് അവന്റെ ക്രൂശ് മരണ മുഖാന്തരം നമുക്ക് നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. 4 അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി അവൻ നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. 5 അവനിൽ നാം അവകാശം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. 6 തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ട്. പ്രൈസ് ദി ലോർഡ്. 7-ാമതായിട്ട് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അവൻ നൽകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പ്രിയനമേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചിന്തിപ്പാൻ ധ്യാനിപ്പാൻ ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് ഇടയാക്കിയല്ലോ. സ്തോത്രം.
ദൈവത്തിന്റെ വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതം വെച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകേണ്ടതിനായിട്ട് രാത്രികാലം ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീസ് പാസ്റ്ററോടും കുടുംബത്തോടും അതുപോലെ ശിക്കാഗോ പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ലേക്ക് ലാൻഡ് IPC സഭയുടെയും നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, എത്ര ഗഹനമായിട്ടുള്ള ഒരു തിരുവചന ധ്യാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവ് എൻ്റെ ദാസൻ വളരെ തയ്യാറെടുത്ത് വളരെ വിശദമായിട്ട് സംസാരിച്ചല്ലോ. നമ്മൾ കേട്ടത്, അവൻ നമ്മെ തിരഞ്ഞെടുത്ത് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വിളിക്കാതെ ആരും കർത്താവ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമ്മെ കാൽവറിയിലൂടെ കർത്താവ് നമ്മളെ മുൻനിയമിച്ചു ആ സ്നേഹത്തില്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അതിക്രമങ്ങളുടെയും മോചനം, നമ്മുടെ രോഗങ്ങളുടെ സൗഖ്യം, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. എന്താണ് സകല പരിശുദ്ധാത്മാവിലൂടെ സകല വിവേകവും ജ്ഞാനവും ാണ് അവന്റെ അവകാശത്തിന്റെ അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയാത് എന്നൊക്കെ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ആ പരിശുദ്ധാത്മാവെന്ന വലിയ ആ ദാനം ാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതൊക്കെയാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവമക്കളെന്ന് നൽകിയിരിക്കുന്ന ആ വലിയ അവകാശം, ആ നിത്യജീവൻ എന്ന ആ വലിയ സൗഭാഗ്യം, ഇതൊക്കെയാണ് വിശ്വാസികൾ എന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ. ഇന്ന് അനുഗ്രഹം പ്രാപിക്കാം, വരൂ അനുഗ്രഹം നൽകുമെന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ അങ്ങോട്ട് ചെന്നാൽ എനിക്ക് എല്ലാവിധ സൗകര്യവും സൗഭാഗ്യവും, അല്ലെ ലോകത്തില് ഞാനിപ്പോ ചെറിയ കാറല്ലാന്നെങ്കിൽ എനിക്ക് എല്ലാ അനുഗ്രഹം. അതാണ് ഇന്ന് ആളുകൾ ഉടനെ ചിന്തിക്കുന്ന അനുഗ്രഹം എന്ന് പറയുമ്പോൾ, അതാണ് ചിന്തിക്കുന്നത്. പൗലോസ് പറയുന്ന നിങ്ങളെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ആത്മീക അനുഗ്രഹങ്ങളെന്ന്. ഇന്ന് അനുഗ്രഹം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആളുകളുടെ തലയ്ക്ക് അങ്ങ് പിടിക്കുക. അനുഗ്രഹം എന്നുള്ള ആ വാക്കുകൾ തന്നെ മാറിപ്പോയി. ഈ പുതിയ നിയമത്തിലൊക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്നാൽ പ്രിയമുള്ള, അതാണല്ലോ അനുഗ്രഹം. അല്ലാതെ നമുക്കിവിടെ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ട്, നല്ലതാ. പക്ഷെ നമ്മൾ മരിക്കുന്ന ഉടനെ നമുക്ക് ഒരു പൈസ പോലും കൊണ്ടുപോകാനൊക്കത്തില്ല. പിന്നെ അതൊരു അനുഗ്രഹമാണോ? നമ്മുടെ നിത്യതയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എന്നുള്ളതാണ്. ഈ ഭൗതികമായിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ശരിയായിട്ടൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റൂല്ലല്ലോ. അപ്പം ശരിയായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് പൗലോസ് ആ കാരാഗ്രഹത്തിലും കിടന്ന് സന്തോഷം കൊണ്ട് പാട്ട് പാടുക, അല്ലാതെ ചുമ്മാതിരുന്ന് പാടുകയല്ലോ. എന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടൊന്നും പാടുകയല്ല. രക്ഷപ്പെടണ്ട എന്ന് കണ്ട് തന്നെ പാടുന്ന. ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടും അവരാരും ഓടിപ്പോയില്ലെന്നുള്ള. രക്ഷപ്പെടണ്ട, അവർക്ക് രക്ഷപ്പെടാതെ തന്നെ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പൗലോസ് പറയുന്നത് എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിന്ന് പറയുമ്പോൾ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം സന്തോഷിക്കുക ഉള്ളതാണ്. അതുകൊണ്ട് അതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്. കർത്താവിന്റെ വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് 7-8 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ, മോശയോട് പറഞ്ഞ പോലെ, ഇസ്രായേൽ മക്കളോട് പറഞ്ഞ പോലെ, നിന്റെ ഹൃദയത്തിന്റെ കൽപ്പലയിൽ ഇത് അങ്ങോട്ട് എഴുതി വെക്ക് എന്ന് പറഞ്ഞു. അവര് കൽപ്പലയിൽ എഴുതി വെച്ചു, അതെല്ലാം പൊട്ടിച്ച് പോവുകയും ചെയ്തു. എന്നാൽ ഹൃദയത്തിന്റെ ആ പലകയിൽ എഴുതിയാല് അത് പൊട്ടിച്ചു കളയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്താവ് നമ്മളെ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ വളരെ മനോഹരമായിട്ട് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചു അല്പസാക്ഷ്യമായിട്ടൊക്കെ പറയുമെന്ന് വിചാരിച്ചു. എങ്കിലും ഇനിയും വേറൊരു അവസരത്തില് നമുക്ക് അതിനുള്ള സാവകാശം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന് ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. ഈ ദിവസങ്ങളിൽ എല്ലാവിധ ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവ് തുടർന്നു കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും സഹായിക്കട്ടെ, നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചിക്കാഗോ പ്രയർ ലൈനിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.